മറിച്ച ഗസയിലെ സ്ഥിതി അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. അവിടെ പ്രധാനമായിട്ടും ഭക്ഷണം കിട്ടാനില്ല എന്നുള്ള പരാതിയാണ്. എത്ര കൊണ്ടുവന്നിട്ടും അവിടെ ആളുകൾക്ക് എത്തുന്നില്ല. നമുക്കറിയാം അവിടെ ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മുടെ കേരളത്തിലൊരു ജില്ലയുടെ അത്ര വലുപ്പം മാത്രമേ അവിടെ ഉള്ളൂ. എന്നിട്ട് അത് വളരെ ചെറുതാണ്. എന്നിട്ട് പോലും അവിടെ ഒരു ഹമാസ് പോലൊരു ഭരണകൂടം പ്രവർത്തിച്ചിട്ട് പോലും അവിടെ കൃത്യമായിട്ട് ഭക്ഷണം എത്തുന്നില്ല. മാത്രമല്ല 108 കണ്ടെയ്നറുകൾ അടക്കം വന്നിട്ട് പോലും ഇതിൽ പകുതിയും ഹമാസിന്റെ പക്കലിലേക്ക് പോകുന്നു. സാധാരണ ജനങ്ങളിലേക്ക് ഭക്ഷണം എത്തുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ പറയുന്നൊരു കാര്യം, അതായത് ഇസ്രായേലിന്റെ മേലാണ് ഇവർ പഴിചാരുന്നത് ഗാസക്കാർ, അതായത് ഈ ഹമാസുകാർ, അതായത് ഇസ്രായേൽ അത് തട്ടിയെടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ വ്യക്തമായിട്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഹമാസ് ആണ് ഈ ഒരു ട്രക്ക് തട്ടിയെടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അത് വന്നതോടുകൂടി അവർ പറഞ്ഞ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. അപ്പോഴാണ് ഹമാസ് ഒരു വിശദീകരണം നൽകുന്നത് സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടി, അതായത് വിശപ്പ് സഹിക്കാനാകാതെ അത് തട്ടിയെടുത്തതാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചത്. അതും വീഡിയോയിൽ വ്യക്തമാണ്. ഈ ട്രക്ക് തട്ടിയെടുത്തതിൽ പലരും തോക്കുധാരികളാണ്. തോക്കുധാരികൾ അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട അവിടുത്തെ സിവിലിയൻസിന്റെ കയ്യിൽ തോക്കുകളൊന്നുമില്ല. ഹമാസിലെ ആൾക്കാർ അവിടെ ഉണ്ടെന്ന് വ്യക്തവുമായി. അങ്ങനെ മൊത്തത്തിൽ അവിടെ ഗാസയിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്കറിയാം കടിപിടി കൂടുന്നത്. നമുക്ക് ഭക്ഷണം നമുക്കറിയാം നമുക്ക് വിശപ്പുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരും. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ആളുകൾ ചിലപ്പോൾ അങ്ങനെ പോയിരിക്കും. പക്ഷേ ഇവിടെ വീണ്ടും അവിടെ മറ്റ് സാധാരണക്കാരിലേക്ക് പഴിചാരി ഹമാസ് ഇങ്ങനെ സ്വയം ഇങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു അപമാനകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അവിടെ ഇസ്രായേൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരിലൂടെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇസ്രായേൽ വഴിയാണ് കൂടുതലും. അപ്പോൾ അവർ കൂടി കരുതിയാൽ മാത്രമല്ല. പക്ഷേ നമുക്കറിയാം വൈദ്യുതി അടക്കം കൊടുക്കുന്നത് ഇസ്രായേലാണ്. ഇതെല്ലാം വെള്ളം അടക്കം കൊടുക്കുന്നത് ഇസ്രായേൽ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ മനുഷ്യത്വ നടപടി വേണമെങ്കിൽ നേരത്തെ തുടങ്ങാമായിരുന്നു. അവരതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും വസ്തുത നോക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഹമാസ് ഒരു എന്താ പറയുക ഒരു തെറ്റായ ഒരു വാർത്തയുടെ ഒരു മൊത്തം ഒരു കവചമൊരുക്കിയാണ് അവരെ മുന്നോട്ട്. അതിനകത്ത് എന്താണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഹമാസ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല നിലനിൽക്കുന്നത്. ഒരു ദശകത്തിനകത്തായി ഹമാസ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ സമ്മതിച്ചിട്ടില്ല. ഗസ എന്ന് പറയുന്ന പ്രദേശം ഇസ്രായേൽ ഒക്യുപ്പൈ ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഹമാസാണ്. ഹമാസിനെ കൊണ്ട് പൊറുതിമുട്ടി തങ്ങൾക്ക് സുരക്ഷിതത്വമില്ല, അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രം ഇനിയും ആക്രമിക്കപ്പെടും എന്നുള്ള ഇത് ആരാണ് ഈ പ്രശ്നം തുടങ്ങിയെടുത്തതെന്ന് അതിനെക്കുറിച്ച് ആരും സംസാരിക്കില്ല. ഹമാസ് എപ്പോഴും ചെയ്യുന്ന എന്താണ്? ഒരു വലിയ പ്രസിദ്ധമായ ഒരു കാർട്ടൂണുണ്ട്. ഇസ്രായേലിലെ മിലിറ്ററി കുട്ടികളെ സംരക്ഷിക്കുമ്പോൾ കുട്ടികളെ ഫ്രണ്ട് നിർത്തി ബാക്കിൽ നിൽക്കുന്ന ഹമാസ് ഭീകരരുടെ ഒരു കാർട്ടൂൺ. ആ കാർട്ടൂൺ കാണുമ്പോൾ തന്നെ അതിനകത്ത് അവരുടെ പൊളിറ്റിക്സ് വ്യക്തമാണ്. ഹമാസിന് തീർച്ചയായിട്ടും സിവിലിയൻസിൻ്റെ കരച്ചിൽ, അവരുടെ പട്ടിണി, അവരുടെ ദാരിദ്ര്യം, ഞങ്ങളെ കൊല്ലുന്നേ, ഞങ്ങൾ ഉപദ്രവിക്കുന്നേ എന്ന് പറയുന്ന എന്താ പറയുക ഇരവാദ കാർഡുകളാണ് അവരെല്ലാ കാലഘട്ടങ്ങളിലും ഇറക്കിയിട്ടുള്ളത്. അവരിനി അത് മാത്രമേ ചെയ്യുകയുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ മറവിൽ ഇസ്രായേലിനെ ആക്രമിക്കുക, അതായത് ഞങ്ങളെ ഉപദ്രവിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഈ ഗസൻ ജനതയെ കാണിച്ച് ഗസൻ ജനതയ്ക്ക് സമാധാനം കിട്ടരുതെന്ന് എല്ലാ കാലഘട്ടങ്ങളിലും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അത് ഹമാസാണ്. കാരണം ഹമാസിന് പിന്നെ ഒരു പട്ടിണി ദാരിദ്ര്യം മാറിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ എന്ത് പറഞ്ഞു വോട്ട് മേടിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളൂ അതിനകത്ത്. അപ്പോൾ അതിനാണ് എൻ്റെ ബേസിക് ലോജിക്ക് എന്ന് പറയുന്നത്. ഇനി ഇസ്രായേലിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 75-80% വരുന്ന ഗസ ഭൂപ്രദേശം ഇസ്രായേൽ ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ട്രൂപ്സാണ് ഇപ്പോൾ അവിടെ നയതന്ത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പറഞ്ഞതുപോലുള്ള ഒക്യുപ്പൈഡ് ഏരിയയിൽ മൊത്തം പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. എന്നിട്ട് പോലും ഈ വന്നിട്ടുള്ള 100-ലധികം വരുന്ന ഭക്ഷണ ട്രക്കുകൾ അവിടെ എത്തുന്നില്ല. അതിന് വരുന്ന വഴിക്ക് തന്നെ തോക്കുധാരികളായ ഹമാസ് ഭീകരർ അത് ആക്രമിച്ച് തട്ടിയെടുത്തിട്ടും അതും കൊണ്ടുപോയി. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, പട്ടിണി കിടക്കുന്ന തങ്ങളുടെ ജനതയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഭക്ഷണം അടിച്ചു മാറ്റി അത് കരിഞ്ചന്തയിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടി വെച്ചിട്ട് എന്നിട്ട് പറയുകയാണ് നോക്കൂ ഇസ്രായേൽ ഭീകരരാണ്, ഇസ്രായേൽ ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുന്നത്. ഇത് എന്ത് തരത്തിലുള്ള എത്ര അമാനവികമായിട്ടുള്ള ഒരു തരത്തിലും ഈ അത് എക്സ്പോസ് ചെയ്യപ്പെടണം. ഇത് ആരാണ് എക്സ്പോസ് ചെയ്യാൻ സമ്മതിക്കാത്തത്? അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ഹമാസ് അനുകൂലമായി ഒരു പാൻ ഇസ്ലാമിസത്തെ അഡ്രസ്സ് ചെയ്യാതെ ഈ ഒരു വേർഷൻ അത് ഇസ്രായേലിൻ്റെ മാത്രം പ്രശ്നമാക്കുന്നിടത്താണ് നമുക്ക് പോലുള്ള ആളുകൾക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ഇനി ഇതിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നോക്കൂ, ആരും ഡയറക്റ്റായിട്ടല്ല ഗസയിലേക്ക് ഈ പറഞ്ഞതുപോലെ ഫുഡ് ട്രക്കുകളോ എയ്ഡുകളോ കൊടുക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ഏജൻസികൾ വഴിയായിരിക്കും. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ ഫലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദ നിയർ ഈസ്റ്റ്, അഥവാ UNTA എന്നാണ് അതിനെ ചുരുക്കി പറയുന്നത്. ഈ UNTA ഏജൻസി ഉണ്ട്, അതുപോലെ തന്നെ ഈജിപ്ത് ഉണ്ട്, ഇസ്രായേലുണ്ട്. ഇവരൊക്കെ ഇങ്ങനെയുള്ള പല ഏജൻസികൾ വഴിയാണ് എത്തുന്നത്. സ്വതന്ത്രമായ മനുഷ്യ സഹായങ്ങളൊന്നും അങ്ങനെ ഈ പ്രദേശങ്ങളിലേക്ക് എത്താറില്ല. പക്ഷേ ഈ UNTA പ്രശ്നം, UNTA എന്ന് പറയുന്നത് ഹമാസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു എയ്ഡഡ് സംഘടനയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ അർത്ഥത്തിൽ പല രാഷ്ട്രങ്ങളിൽ നിന്നും UNTA കണക്കുകളാണ് ലോകം
ചർച്ച ചെയ്യുന്നത്. അപ്പം ഹമാസിന്റെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കണക്കുകളായിരിക്കും അവർ പുറത്ത്. ഇപ്പം 100 കിട്ടിയാൽ 50 കിട്ടിയോളെന്ന് ഉണ്ട പറഞ്ഞാൽ ഉണ്ടയുടെ കണക്കുകളെ മാത്രം ഔദ്യോഗികമായി എടുക്കുന്ന ഇടങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഹമാസിന് എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ വീഡിയോകൾ പ്രചരിപ്പിക്കേണ്ടി വരും, ഇവരുടെ കണക്കുകൾ തെറ്റാണെന്ന് പറയേണ്ടി വരും. പട്ടിണിയുണ്ട്, അവർക്ക് വെള്ളമടക്കം, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ വെള്ളമടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ദാഹിച്ചു നിൽക്കുന്ന ഒരു ജനതയെ? അപ്പോൾ ഇതിനകത്തുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഇതിനകത്ത് പ്രശ്നമായി കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹമാസ് ഒരു ഭരണകൂടമാണെങ്കിൽ അവർക്കത് കൃത്യമായതിനകത്ത് ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ പരാജിതരാണ്. കാരണം ആളുകൾ നോക്കുന്നത് ഭരണകൂടത്തെ ആശ്രയിക്കുന്നത്. കാരണം ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് സ്വയമേ അവർക്ക് പ്രയത്നിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്ക് സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർ ആശ്രയിക്കുന്നത് ഭരണകൂടത്തെയാണ്. സ്വാഭാവികമായിട്ടും ഹമാസിന് നേരെ അവർ ചോദ്യം ചോദിച്ചു. മാത്രമല്ല, കഴിഞ്ഞ BBC ഒക്കെ അടക്കമുള്ള ചാനലുകൾ ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്ഷ്യ ട്രക്കുകൾ ഇവിടെ വന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ട്രക്കുകൾ ഇവിടെ പോയി ഇതാരാണ് ഓഡിറ്റ് ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഹമാസിന്റെ പക്കൽ ഹമാസിനുള്ള എല്ലാം വ്യക്തമല്ല. ഇപ്പൊ ഭരണകൂടം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഹമാസ് ആണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് തന്നെ നേരത്തെ പറയുന്നത് വേലി തന്നെ വിളവ് തിന്നുന്ന കാര്യം എന്ന് പറയുന്ന പോലെയാണ്. അവർ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർ പരാജിതരാണ്. പിന്നെ അവർക്ക് പറ്റിയില്ലെങ്കിൽ മാറിക്കൊടുക്കുക, അതാണ് വേണ്ടത്. ഇപ്പോൾ സാധാരണ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഇവിടെ ഈ ഗസയിലെ ജനങ്ങൾ പിന്നെ ഇസ്രായേലിനെ നേരിട്ട് സമീപിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഭക്ഷണമാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. നമുക്ക് വേറെ എല്ലാം മാറ്റി നിർത്താൻ രാഷ്ട്രീയ ഭക്ഷണം അതുപോലെ തന്നെ വെള്ളം ഇതെല്ലാം അനിവാര്യമാണ്. അപ്പോൾ ആ ഇടം തേടി അതിനു വേണ്ടി ജനങ്ങൾ ആർക്ക് വേണ്ടിയും നിൽക്കും. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ മാത്രമേ മനുഷ്യർ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അത്രയും കൊടും ഭീകരാവസ്ഥയിൽ അവർ എത്തിയത് കൊണ്ട് തന്നെ അവർക്ക് ഹമാസ് എങ്ങനെയെങ്കിലും അവിടെ വിട്ട് പോയാൽ മതി എന്നുള്ള രീതിയാണ്. കാരണം ഇനി അവർ നേരത്തെ പറയാം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായി ഒരു പ്രദേശമായി ഗസ മാറിക്കഴിഞ്ഞു. അവർക്കും ആഗ്രഹമില്ലേ സ്വാതന്ത്ര്യം വേണമെന്ന്? അവർക്കും സാധാരണക്കാരെ പോലെ ജീവിക്കാൻ, സാധാരണ ആൾക്കാരെ പോലെ വസ്ത്രം ധരിച്ച് ഒരു പേടിയും ഇല്ലാതെ പുറത്തിറങ്ങാൻ, കൃത്യമായി സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാനൊക്കെ അവർക്ക് എത്രയോളം ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഇനിയിപ്പോൾ ഹമാസ് പോയാൽ അത് നല്ലതാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. മാത്രമല്ല ഇത്രയും മനുഷ്യത്വപരമായിട്ട് നടപടികൾ UN പോലുള്ളവരെ കണ്ടില്ലെങ്കിൽ പോലും അവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആശുപത്രികളും അതുപോലെ തന്നെ പള്ളികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം തന്നെ കൈയടക്കി ഇത്തരത്തിൽ ഹമാസ് ഒരു എന്താ പറയുക സാധാരണക്കാരായാലും ഹമാസ് തീവ്രവാദികളായിരുന്ന തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും സാധാരണക്കാർ പറയുകയാണ് ഒഴുങ്ങിപ്പോവും, നമ്മളിടയിൽ നിന്ന് പോകൂ, നമുക്കങ്ങനെ സ്വസ്ഥത കിട്ടണമെങ്കിൽ അതേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് വേറൊരു വശം കൂടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താമാധ്യമങ്ങളിൽ ചർച്ച ചെയ്തെന്ന് ഹമാസിന് ഇനി വേറെ നിവൃത്തിയില്ല. അതായത് ചുറ്റുവട്ടവും ഭീകരവാദത്തിന്റെ ആളുകൾ ഒരു സൈന്യത്താൽ ചുറ്റപ്പെടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പ്രതിസന്ധിയിലാകും. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ചുള്ളത് ഇനി കീഴടങ്ങുക എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. അവർ കീഴടങ്ങിയില്ലെങ്കിലും ഞങ്ങൾ സീസ് ഫയറിന് തയ്യാറാണെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും, കാര്യം ഇവരുടെ പട്ടാളക്കാർക്ക്, അതായത് ഹമാസിന്റെ പട്ടാളക്കാർ, ഈ സോക്കോൾഡ് അവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെയാണ് കേരളത്തിലെ ഹമാസ് ഫാൻസ് വിളിക്കുന്നത്. അപ്പോൾ ആ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഭക്ഷണം കൊടുക്കാനും പൈസ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും ഹമാസിൻ്റെ ഇപ്പോൾ പൈസ ഇല്ലാതെ വരുന്നൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഹമാസ് പെട്ടിരിക്കണം. അപ്പോൾ അവസാന ഘട്ടം ഇനി ഭക്ഷണമെങ്കിലും പിടിച്ചു നിർത്തിയിട്ട് ആ പേരും പറഞ്ഞ് ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഗസയിൽ കുറച്ച് നാൾ കൂടി ലോകരാഷ്ട്രങ്ങളുടെ സപ്പോർട്ടോടു കൂടി നിങ്ങൾ സ്വാതന്ത്ര്യ സമരമാണ് നടത്തുന്നതെന്നുള്ള ലേബലിൽ വർക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെയൊക്കെ വിഷ്വൽ ഫുട്ടേജസും തെളിവുകളും ഇസ്രായേൽ നിർത്തുന്ന സമയത്ത് ഹമാസ് വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്.